അമേരിക്കയും ഇസ്രായേലും ഇറാനും തമ്മിൽ ഘോരഘോര യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ശക്തമായ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് മഹദി ഇമാം വരുന്നതിന്റെ അടയാളമാണെന്ന് പല ആളുകളും അഭിപ്രായം പറയുന്നുണ്ട്. അത് ശരിയാണോ? മഹദി ഇമാം വരുന്നതിന്റെ മുമ്പ് ചില അടയാളങ്ങൾ ലോകത്തുണ്ടാകുമെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മഹദി ഇമാം വരുന്നതിന്റെ തൊട്ട് മുമ്പ് ലോകത്ത് നടക്കുന്ന ഒന്നാമത്തെ അടയാളമാണ് ലോകത്ത് മുഴുവനും അക്രമങ്ങളും അനീതികളും നിറയുമെന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു സ്ഥലത്തല്ല, ലോകത്ത് മുഴുവനും അക്രമങ്ങൾ നിറയും, ലോകത്ത് മുഴുവനും അനീതികൾ നിറയും, മുസ്ലിമീങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. രണ്ടാമത്തെ അടയാളം മഹാന്മാര് പറയുന്നു, ജൂഉൻ ഷദീദ്, കഠിനമായ ദാരിദ്ര്യമുണ്ടാകും, കഠിനമായ പട്ടിണിയുണ്ടാകും. സ്വന്തം ശരീരം പോലും പറിച്ച് കഴിക്കേണ്ട ഒരു അവസ്ഥ, മാന്തി പറിച്ച് കഴിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമെന്ന് മഹത്തുക്കൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകൂല, സമ്പത്ത് മുഴുവനും നഷ്ടപ്പെട്ടു പോകും, സാമ്പത്തികമായ സ്രോതസ്സുകൾ മുഴുവനും നഷ്ടപ്പെട്ടു പോകും. സമ്പത്തില്ലാതെ ജനങ്ങൾ മുഴുവനും അലഞ്ഞ് ചിരിഞ്ഞ് നടക്കുന്ന ഒരു അവസ്ഥ മഹദി ഇമാം വരുന്നതിന്റെ തൊട്ട് മുമ്പ് ലോകത്ത് നടക്കുമെന്ന് മഹാന്മാര് രേഖപ്പെടുത്തുന്നുണ്ട്. അതുപോലെ മൂന്നാമത്തെ അടയാളം കസ്റത്തുസ് സലാസില്, ലോകത്ത് മുഴുവനും പലയിടങ്ങളിലായി ഭൂമി കുലുക്കങ്ങൾ സംഭവിക്കും, ഭൂമിക്ക് ചലനം സംഭവിക്കും. എല്ലാ സ്ഥലത്തും ഉണ്ടാകണമെന്നില്ല, പല സ്ഥലങ്ങളിലായി ഭൂമി കുലുക്കങ്ങളും ഭൂകമ്പങ്ങളും നടമാടുമെന്നാണ് മഹത്തുക്കൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുപോലെ നാലാമത്തെ അടയാളം കസ്റത്തുൽ ഹർജ്, കൊലപാതകങ്ങൾ അധികരിക്കും. മാതാപിതാക്കൾ മക്കളെ കൊല്ലുന്ന ഒരു കാലഘട്ടം, മക്കള് മാതാപിതാക്കളെ കൊല്ലുന്ന കാലഘട്ടം, അമ്മായിമ്മമാര് മരുമക്കളെ കൊല്ലുന്ന കാലഘട്ടം, മരുമക്കൾ അമ്മായിമ്മമാരെ കൊല്ലുന്ന കാലഘട്ടം, അയൽവാസികൾ പരസ്പരം ആക്രമിച്ച് കൊലപാതകത്തിലേക്ക് വരെ എത്തുകയാണ്. ജ്യേഷ്ഠൻ അനിയൻ കൊലപ്പെടുത്തുന്ന കാലഘട്ടം. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. കൊല ചെയ്യുന്നവൻ അറിയുന്നില്ല ഞാൻ എന്തിനാണ് അവനെ കൊല്ലുന്നത് എന്ന്, കൊല ചെയ്യപ്പെട്ടവൻ അറിയുന്നില്ല എന്തിനാണ് എന്നെ കൊല്ലപ്പെട്ടത് എന്ന്. ഇത് മഹദി ഇമാം വരുന്നതിന്റെ മുമ്പ്, തൊട്ട് മുമ്പ് ലോകത്ത് നടക്കുന്ന അടയാളങ്ങളായി മഹത്തുക്കൾ രേഖപ്പെടുത്തുന്നുണ്ട്. അഞ്ചാമത്തെ അടയാളം മഹത്തുക്കൾ അവരെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ളുഹൂറുൽ ഫിതൻ, ഫിത്ന അധികരിക്കുകയാണ്, തോന്നിവാസം അധികരിക്കും. ഇസ്ലാമിന്റെ നിയമങ്ങൾക്ക് പുല്ല് വില കൽപ്പിക്കുന്ന ഒരു അവസ്ഥ മഹദി ഇമാം വരുന്നതിന്റെ മുമ്പ് ലോകത്ത് നടക്കാനിരിക്കുന്നുണ്ട്. വ്യഭിചാരം അധികരിക്കും, മദ്യപാനം അധികരിക്കും, മയക്കുമരുന്നുകൾ വ്യാപകമായി ഉപയോഗിക്കുകയാണ്. ഇതൊക്കെ മുസ്ലിമീങ്ങളാ ചെയ്യുന്നത്, മുസ്ലിമീങ്ങളല്ല, മുസ്ലിമീങ്ങളെ കാര്യമാണ് പറയുന്നത്. ഇസ്ലാമിന്റെ നിയമത്തിന് വില കൽപ്പിക്കുകയില്ല. അല്ലാഹ് എന്ന് പറയാൻ ഭൂമിയിൽ ആരുമില്ലാത്ത ഒരു അവസ്ഥ ഉണ്ടാകും. മുസ്ലിമീങ്ങളെ ആക്രമിക്കുന്ന ഒരു അവസ്ഥയുണ്ടാകും. തിന്മകൾ അധികരിക്കുന്ന ഒരു അവസ്ഥയാണ്, തോന്നിവാസങ്ങൾ അധികരിക്കുന്ന ഒരു അവസ്ഥ മഹദി ഇമാം വരുന്നതിന്റെ മുമ്പ് ലോകത്ത് നടക്കാനിരിക്കുന്നുണ്ട്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അങ്ങനത്തെ ഒരു കാലഘട്ടത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. എവിടെയെങ്കിലും ഒരു വ്യഭിചാരത്തിന്റെ കഥ പറയുമ്പോ അതിലൊരു മുസ്ലിമിന്റെ പേര് പറയുന്നു. എവിടെയെങ്കിലും ഒരു മയക്കുമരുന്നിന്റെ, മദ്യപാനത്തിന്റെ കഥ പറയുമ്പോ അതിലും മുസ്ലിമിന്റെ പേര് പറയുകയാണ്. എവിടെയെങ്കിലും ഒരു കവർച്ചയുടെ പേര് പറയുമ്പോ, കഥ പറയുമ്പോ അതിലും ഒരു മുസ്ലിമിന്റെ പേര് പറയുകയാണ്. അല്ലാഹ് സുബ്ഹാനല്ലാഹ്, അങ്ങനത്തെ ഒരു കാലഘട്ടത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു നമ്മൾക്ക് സംരക്ഷണം നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, മഹദി ഇമാം വരുന്നതിന്റെ മുമ്പുള്ള ആറാമത്തെ അടയാളം മഹത്തുക്കൾ പറയുന്നുണ്ട്. ആയാത്തും മിനസ് സമാ, ആകാശത്തിൽ നിന്ന് ഒരു അട്ടഹാസം ഉണ്ടാകും, ആകാശത്തിൽ നിന്ന് ഒരു അടയാളം ഉണ്ടാകും, ആകാശത്തിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കും. മഹദി ഇമാം വരുന്നുണ്ട് എന്നറിയിക്കുന്ന ഒരു ശബ്ദം ലോകത്ത് മുഴുവനും കേൾക്കുമെന്നാ പറയുന്നത്. ഏതെങ്കിലും ഒരു രാജ്യത്തല്ല, എല്ലാ രാജ്യത്തും ആ ശബ്ദം കേൾക്കും, ആ അടയാളം കാണുക തന്നെ ചെയ്യും. കാരണം ഇത് മുത്തുനബിയുടെ വാക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഏഴാമത്തെ അടയാളം വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു അടയാളമാണ്. അൽ ഫുറാത്ത് എന്ന് പറയുന്ന നദിക്ക് വേണ്ടി, അഥവാ നമ്മളിപ്പോൾ യൂഫ്രട്ടീസ് നദി എന്ന് പറയാറുണ്ടല്ലോ, ആ യൂഫ്രട്ടീസ് നദിക്ക് വേണ്ടി ലോകത്ത് യുദ്ധം നടത്തപ്പെടും. ലോകത്ത് എല്ലാ ആളുകളും യൂഫ്രട്ടീസ് നദിയിലേക്ക് എത്തി നോക്കുന്ന ഒരു അവസ്ഥ ലോകത്ത് ഉണ്ടാകും. മഹദി ഇമാം വരുന്നതിന്റെ മുമ്പ് യൂഫ്രട്ടീസ് നദി മുഴുവനും വറ്റി വരളും. ആ വറ്റി വരണ്ട യൂഫ്രട്ടീസ് നദിക്ക് വേണ്ടിയാണ് ലോകത്ത് യുദ്ധം നടക്കുന്നത്. ഏതാണ് പ്രിയമുള്ളവരെ? യൂഫ്രട്ടീസ് നദി തുർക്കിയിൽ നിന്നും ഉത്ഭവിച്ച് സിറിയയിലൂടെ ഒഴുകി ഇറാഖിൽ എത്തുന്ന നദിക്കാണ് യൂഫ്രട്ടീസ് നദി എന്ന് പറയുന്നത്. ആ നദിക്ക് അല്ലാഹുവിന്റെ റസൂൽ
ഹദീസിൽ പറഞ്ഞ പേര് അൽ ഫുറാത്ത് എന്നാണ്. അത് അത്ഭുതകരമായ ഒരു നദിയാണ്. ഖിയാമത്ത് നാളിൽ മഹദി ഇമാം വരുന്നതിന്റെ മുമ്പ് യൂഫ്രട്ടീസ് നദി, പ്രിയമുള്ളവരെ, വെറ്റിവരളും. ആ വെറ്റിവരണ്ട യൂഫ്രട്ടീസ് നദിക്ക് വേണ്ടിയാണ് ലോകത്ത് യുദ്ധം നടക്കുക എന്നാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോ പഠിപ്പിക്കുന്നത്. ഭൂമിശാസ്ത്രജ്ഞന്മാര് പറയുന്നു, യൂഫ്രട്ടീസ് നദിയുടെ ജലനിരപ്പ് താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. യൂഫ്രട്ടീസ് നദിയിലെ വെള്ളം വെറ്റിവരണ്ടുകൊണ്ടിരിക്കുകയാണ്. സംശയിക്കേണ്ടിയിരിക്കുന്നു, ഇത് മഹദി ഇമാം വരാനുള്ള അടയാളമാണോ? കാരണം ഹബീബായ തങ്ങൾ പഠിപ്പിച്ചതാണ്, യൂഫ്രട്ടീസ് നദി എങ്ങാനും വെറ്റിവരണ്ടാൽ അതിൽ സുബ്ഹാനല്ലാഹ് അത്ഭുതകരമായ ഒരു സ്വർണ്ണമല പ്രത്യക്ഷമാകുമെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് യൂഫ്രട്ടീസ് നദിക്ക് വേണ്ടി യുദ്ധം നടക്കുന്നത്. എന്റെ പ്രിയമുള്ളവരെ, യൂഫ്രട്ടീസ് നദിയിലെ വെള്ളം വെറ്റി വരണ്ടു കഴിഞ്ഞാൽ അതിൽ സ്വർണ്ണമല പ്രത്യക്ഷമാകുമത്രേ. അതിലേക്ക് എല്ലാവരും എത്തി നോക്കുകയാണ്. എല്ലാ രാജ്യക്കാരും യുദ്ധം നടത്തുകയാണ്. 100% ആളുകൾ വന്നാൽ അതിൽ 99 ആളുകളും മരണപ്പെടുമെന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. യൂഫ്രട്ടീസ് നദിയിൽ സ്വർണ്ണമല പ്രത്യക്ഷമായാൽ അതിലേക്ക് നിങ്ങൾ അടുക്കുക പോലും ചെയ്യരുതേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പഴയകാല പണ്ഡിതന്മാര്, ആലിമീങ്ങള്, ഹദീസ് വ്യാഖ്യാനിക്കുന്ന മഹാന്മാര് പറഞ്ഞത് അത് സ്വർണ്ണമലയാണ് എന്നുള്ളതാണ്. എന്നാൽ പിൽക്കാലത്തെ മഹാന്മാര്, ആധുനിക പണ്ഡിതന്മാര് പറയുന്നു അത് യഥാർത്ഥമായ സ്വർണ്ണമല്ല, അത് കറുത്ത സ്വർണ്ണമാണ്. കറുത്ത സ്വർണ്ണം എന്ന് പറഞ്ഞാൽ പെട്രോളിയം. യൂഫ്രട്ടീസ് നദിയിൽ പെട്രോളിയം ഉത്ഭവിക്കുന്നതായി കാണാം. ഇതിനു വേണ്ടിയാണത്രേ ലോകത്ത് യുദ്ധം നടക്കുന്നത്. ഇത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണെന്ന് മാത്രമല്ല, മഹദി ഇമാമിന്റെ വരവിന്റെ അടയാളമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. ആഗോളതലത്തിൽ അതിനു വേണ്ടി യുദ്ധം നടക്കുമ്പോ ലക്ഷക്കണക്കിന് ആളുകൾ മരണപ്പെടുമെന്ന് വരെ റസൂലുള്ള മുൻകൂട്ടി നമ്മളോട് പറയുന്നുണ്ട്. അതുകൊണ്ട് ആരും അതിന് മോഹിക്കണ്ട, ഒരു രാജ്യക്കാരും അതിന് മോഹിക്കണ്ട. അത് കിട്ടൂല, അത് ഒരു വിഭാഗം ആളുകൾക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. ഇതാണ് ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇതൊക്കെ ഒരുപാട് വിശദീകരിക്കേണ്ട, ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളാണ്. ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. വളരെ ചെറിയ സാമ്പിളുകൾ മാത്രമാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്നത്. എട്ടാമതായി, മഹദി ഇമാം വരുന്നതിന്റെ മുമ്പ് ലോകത്ത് നടക്കുന്നത് കഅബ, മക്ക, മദീന, സൗദി അറേബ്യ അടക്കമുള്ള അറബി രാഷ്ട്രങ്ങളുടെ മുഖ്യ ഭരണാധികാരി മരണപ്പെടുക എന്നുള്ളതാണ്. അങ്ങനെ അവിടെ ഒരു മുഖ്യമായ ഭരണാധികാരികളില്ലാതെ അവര് സങ്കടപ്പെട്ടിരിക്കുന്ന, വിഷമിച്ചിരിക്കുന്ന ഒരു അവസ്ഥ മക്കയിലും മദീനയിലും ഉണ്ടാകും. ആ സമയത്ത് ഒരു ഖലീഫയുടെ 3 മക്കള് കഅബയുടെ അധികാരത്തിന് വേണ്ടി, മക്കയുടെ അധികാരത്തിന് വേണ്ടി, മദീനയുടെ അധികാരത്തിന് വേണ്ടി യുദ്ധം നടത്തും. യുദ്ധം നടത്തി 3 പേർക്കും മക്കയുടെയും മദീനയുടെയും കഅബയുടെയും അധികാരം ലഭിക്കില്ല. ഒക്കെ കഅബയുടെ, മക്കയുടെ, മദീനയുടെ അധികാരം നഷ്ടപ്പെടുമെന്നാണ് മഹത്തുക്കൾ അവരെ കിതാബിൽ രേഖപ്പെടുത്തുന്നത്. എന്തിനാണ് കഅബയ്ക്ക് വേണ്ടി അവർ യുദ്ധം ചെയ്യുന്നത്? കഅബയുടെ ഉള്ളിലുള്ള നിധിക്ക് വേണ്ടിയാണ്. കഅബയുടെ ഉള്ളിൽ ഒരുപാട് നിധികൾ ഒഴിച്ചിട്ടിട്ടുണ്ട് എന്ന് മഹത്തുക്കൾ പറയുന്നുണ്ട്. അതിനു വേണ്ടിയാണത്രേ ഈ ഖലീഫയുടെ 3 മക്കൾ യുദ്ധം നടത്തുന്നത്. പക്ഷേ ഇവർക്കൊന്നും കഅബയുടെ അധികാരം ജനങ്ങൾ ഏൽപ്പിക്കുന്നില്ല. അതിനുവേണ്ടി അവർ നിയമിക്കുന്ന ഒരു വ്യക്തിയാണ്, മഹാനാണ്, പണ്ഡിതനാണ്, ഹബീബായ തങ്ങളുടെ കുടുംബ പരമ്പരയിൽപ്പെട്ട വ്യക്തിയാണ് മഹാനായ മഹദി ഇമാം എന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തുന്നതായി കാണാം. അല്ലാഹുവേ, മഹദി ഇമാമിന്റെ പിന്നിൽ അടിയുറച്ച് ജീവിക്കാൻ ഞങ്ങൾക്കൊക്കെ തൗഫീഖ് നൽകണേ റബ്ബേ. ഇതാണ് 8ാമത്തെ അടയാളം. ഇനി 9ാമത്തെ അടയാളമുണ്ട്. അതെന്താണെന്നറിയോ? കറുത്ത കൊടികളുമായി ഖുറാസാനിൽ നിന്ന് മഹദി ഇമാമിനെ സഹായിക്കാൻ വേണ്ടി, മഹദി ഇമാമിനോട് യുദ്ധം ചെയ്യുന്നവർക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി ഒരുപാട് ആളുകൾ രംഗപ്രവേശനം ചെയ്യും. അവരുടെ കൊടിയുടെ നിറം കറുത്തതായിരിക്കുമെന്നാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇനി മഹദി ഇമാം വരുന്നതിന്റെ മുമ്പ് 10ാമത് നടക്കുന്ന അടയാളം, ഹജ്ജ് വേളയിൽ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാകും. ഹജ്ജിന് പോയ ഹജ്ജാജിമാരുടെ ലഗേജുകളും സമ്പത്തും കവർച്ച നടത്തപ്പെടുന്ന ഒരു അവസ്ഥ മക്കയിലും മദീനയിലും ഉണ്ടാകും. അതിന്റെ പേരില് അവിടെ അക്രമം നടക്കും, അവിടെ കൊലപാതകം നടക്കും. മിൽഹത്തും ഫീ മിന, മിനയിൽ മുഴുവനും രക്തച്ചൊരിച്ചിലുകളാകും. മിനയിൽ മുഴുവനും ഹജ്ജാജിമാരുടെ രക്തം കൊണ്ട് നിറയുമെന്ന് മഹത്തുക്കൾ അവരെ കിതാബിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഇതൊക്കെ സംഭവിക്കണം, നാളെ മഹദി ഇമാം ലോകത്തേക്ക് പ്രത്യക്ഷമാകൂ എന്ന് എത്രയോ ആരിഫീങ്ങൾ, എത്രയോ ഇമാമിങ്ങൾ അവരെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ എന്റെ പ്രിയമുള്ളവരെ, ഇപ്പോൾ നടക്കുന്ന യുദ്ധം യൂഫ്രട്ടീസ് നദിക്ക് വേണ്ടിയിട്ടല്ല. ഇപ്പോൾ നടക്കുന്ന യുദ്ധം കഅബയുടെ അധികാരത്തിന് വേണ്ടിയിട്ടല്ല എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്.
ഏതായാലും ഖിയാമത്ത് നാൾ വരുന്ന സമയത്ത് ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. മഹാനരായ മഹദി ഇമാം വന്നു കഴിഞ്ഞാൽ പിന്നെ ദജ്ജാൽ ലോകത്ത് പ്രത്യക്ഷമാകുമെന്നല്ലേ ഹബീബായ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരു മുസ്ലിമായ മനുഷ്യന് 5 നേരവും ദജ്ജാലിൽ നിന്ന് അല്ലാഹുവിനോട് കാവൽ ചോദിക്കണമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. എന്നാൽ എന്റെ പ്രിയമുള്ളവരെ, ഒരുപാട് ആളുകൾ മുസ്ലിമീങ്ങളെ തകർക്കാൻ വേണ്ടി മുസ്ലിമീങ്ങളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട്